ഇന്നലെ ഞാനും ചേട്ടായും പുറത്ത് പോയപ്പോൾ കിട്ടിയതാണിത്. ഇപ്പം നല്ല വലിയ കൂന്തളായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങാതിരിക്കാൻ തോന്നിയില്ല. പിന്നെ മേടിച്ചിട്ട് വന്നിട്ട് ഇത് ചട്ടിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ആ മഷിയും ആ ഒരു കൊമ്പ് പോലത്തെ സാധനം അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തു. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചു. അതിനുശേഷം അതിലിടാൻ വേണ്ട തക്കാളി, സവോള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞു വെച്ചു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു, ചട്ടി അടുപ്പയിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് കടുക് അതിലേക്കിട്ട് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു. ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു. ആ ഉലുവയും ഇട്ട് കൊടുത്ത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിന് ശേഷം സവോള അതിലിട്ടൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ തക്കാളി, പച്ചമുളക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. കുറച്ച് ഉപ്പും ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം ആ വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഈ കൂന്തൽ കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചതെടുത്ത് അതിലേക്ക് ഇടുക. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് ഞാൻ. കുറച്ച് ഉലുവപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി എല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കാശ്മീരി പൊടി ഇടുന്നുണ്ട്, കുറച്ച് കളറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അങ്ങനെ നന്നായിട്ട് അടച്ച് വെച്ച് ഒന്ന് വെന്തതിന് ശേഷം ഇതാ ഈ അവസ്ഥയിൽ ഒരു തുള്ളി വെള്ളം വെച്ചിട്ടില്ലേ, വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയൊരു കറി റെഡി.